ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പെട്ടെന്ന് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഒരു സൈഡിൽ LDFന്റെ ഭാഗത്തുനിന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചിലർ ജയിലിൽ കിടക്കുന്നു, ചിലർക്കെതിരെ അന്വേഷണം വരുന്നു. UDFന്റെ ഭാഗമായി നിന്ന ഒരു MLA ഒളിവിൽ ആയിട്ട് 9 ദിവസം കഴിയുന്നു. അതിൻ്റെ പുറകിന് പോലീസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ പൊറുതി മുട്ടി നട്ടം തിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. വിലക്കയറ്റം ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആരും ചർച്ച ചെയ്യുന്നില്ല. പട്ടിണി ഇല്ല എന്ന് പറയുന്നു, അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നിരവധി ആളുകൾ പട്ടിണി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയെങ്കിൽ എന്തിന് വേണ്ടി ആളുകൾ വോട്ട് ചെയ്യണം? വോട്ടെന്ന് പറയുന്നത് അവൻ്റെ ഒരു പരമാധികാരമാണ്. ഒരാളെ തിരഞ്ഞെടുക്കാൻ, എന്നെ നയിക്കാൻ, ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അധികാരം വിനിയോഗിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉള്ളവർ ഈ പ്രശ്നത്തിൽ നിൽക്കുകയും സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യണം? ജനമനസ്സിലെ ഒരു നീറുന്ന വേദനയാണ്. വല്ലാത്ത ചോദ്യമാണ് ആൻഡേഴ്സൺ ചോദിച്ചത്. ഇതിനോട് ചേർത്ത് ഇന്ന് രാവിലെയാണോ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? നമ്മളത് ഓർത്തിട്ടുണ്ടാവില്ല, ഞാനും ഓർത്തിരുന്നില്ല. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയില്ല. അപ്പൊ അവൻ പറഞ്ഞ സങ്കടം അതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നോട്ടയില്ലാത്തതാണ് എന്റെ സങ്കടം. അപ്പൊ ആൻഡേഴ്സൺ പറഞ്ഞ സങ്കടമൊക്കെ അവനും ഉണ്ട്. ഇതിന് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം? എന്റെ ബട്ടനാണ്. അപ്പൊ എനിക്ക് LDFനും വോട്ട് ചെയ്യാൻ വയ്യ, UDFനും വോട്ട് ചെയ്യാൻ വയ്യ, BJPയുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ്. പിന്നെ ഞാൻ ആർക്ക് വോട്ട് ചെയ്യും? നോട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നോട്ട ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. ഇത് സത്യമാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ സംഭവിക്കാൻ പോകുന്ന അവസ്ഥ, മനുഷ്യന്റെ ഈ രാഷ്ട്രീയ വിശ്വാസങ്ങളിലൊക്കെ ഉള്ള ഒരു ധാർമ്മികത ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. ഇപ്പോ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഒന്ന് ജീവിതത്തിൽ ആവശ്യമില്ല എന്ന തോന്നലാണ്. അപ്പൊ ആർക്കാണ്? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടതുപക്ഷത്തെ നയിക്കുന്നത് മാർക്സിസമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ ഏറ്റവും വലിയ സംഘടന. ഇടതുപക്ഷത്ത് എവിടെയുണ്ട് ഇടതുപക്ഷ സ്വഭാവം? മാർക്സിസം എവിടെയുണ്ട്? മാർക്സിസത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് മാർക്സിയൻ ഹ്യൂമനിസമാണ്. എന്നുവെച്ചാൽ മനുഷ്യപ്പറ്റാണ്. അതില്ലാത്തടത്ത് എവിടെ? ദുർബലന്റെ പക്ഷമാണ് ഇടതുപക്ഷം. ഇപ്പൊ ഈ കോർപ്പറേറ്റ് പക്ഷത്ത്, വമ്പന്മാരുടെ പക്ഷത്ത്, പണക്കാരുടെ പക്ഷത്ത് ആലോചിച്ച് നോക്കൂ. പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം, പാവങ്ങളുടെ പക്ഷം. ഇപ്പൊ ഈ വമ്പന്മാരുടെയും പണക്കാരുടെയും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പുതിയ നേതാക്കന്മാരുടെ കാലത്ത് എവിടെയാണ്? ഇവരിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ. അതെ, ചെല്ലാൻ പറ്റുന്നില്ല. ഇലക്ഷൻ ആകുമ്പോൾ വോട്ട് തേടി വരുമ്പോൾ അടുക്കളയിൽ കയറി കഞ്ഞിയും കുടിച്ച് കൊച്ചിന്റെ മൂക്കളയും പിഴിഞ്ഞു കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് ഞങ്ങൾ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു പോകുന്നവർ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും 5 വർഷം കഴിയണം ഈ വീടുകളിൽ. അല്ല, അവരെ കാണുന്നില്ല ഒന്നത്. രണ്ടാമത്തെ കാര്യം, ആളുകൾക്ക് ഇവരെയൊന്നും കാണാൻ കാത്തിരിക്കുന്നുമില്ല. ആളുകൾക്ക് ഇവരെ പ്രതീക്ഷയില്ല. യാന്ത്രികമായി വന്ന് വോട്ട് ചോദിച്ച് യന്ത്രമായി പണ്ടാരടങ്ങാൻ പോയി വോട്ട് ചെയ്ത് ഒന്നും ജനങ്ങൾ വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏതും ഇസം അപ്പുറത്തെടുത്ത് നോക്കൂ. ഇസങ്ങൾക്കൊക്കെ എന്താ അർത്ഥമുണ്ട്? ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള അന്തരം എവിടെയുണ്ട്? ഇവന് പകരം മറ്റോ വന്നാൽ ഇതാണ് ആളുകളുടെ പ്രശ്നം. അതാണ് അപ്പുറത്തിരിക്കുന്നവനെ കൊണ്ടുവന്നാൽ ഇതൊക്കെ തന്നെ സ്ഥിതി. ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഗാന്ധിയന്മാർ ഈ കാട്ടിക്കൂട്ടുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദൈവങ്ങളുടെ സ്വത്ത് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ മോഷ്ടിക്കുന്നതിന് ഒരു സ്വകാര്യമായ ന്യായമെങ്കിലും പറയാം. അവർക്ക് ദൈവവിശ്വാസം ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നതിൽ ദൈവകോപമെങ്കിലും വരുമെന്ന വിശ്വാസം, ശാപം കിട്ടുമെന്നുള്ള പേടിയില്ല. ഇല്ലല്ലോ, അതില്ലല്ലോ. അപ്പേടി കൂടി ഉള്ളവരുടെ സ്ഥിതി എന്താ? ഗാന്ധിയന്മാരുടെ സ്ഥിതി എന്താ? വിശ്വാസികളുടെ സ്ഥിതി എന്താ? ഗാന്ധിജി ഇപ്പൊ നോട്ടിൽ മാത്രമേ ഉള്ളൂ സാർ. ആലോചിച്ചു. ഇനിയിപ്പോ ഇത് രണ്ടിനും, ഇപ്പൊ UDFനും LDFനും മധ്യേ ഒരു മൂന്നാമതൊരു ശക്തിയെ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. ഒരു ബദൽ, ഒരു ആൾട്ടർനേറ്റീവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുള്ളിടത്ത് എന്താ സ്ഥിതി? കേരളത്തിലൊട്ടാകെ അവർക്ക് ഇപ്പോഴും അവർ വളർന്നു വരുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കും. BJPയുടെ കാര്യമാണ്, NDAയുടെ കാര്യമാണ്. പക്ഷേ ഈ NDA ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. വടക്കേന്ത്യൻ ജീവിതങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇതിലും കഷ്ടമല്ലേ? അയ്യോ, ഇപ്പൊ ഇവര് NDA എന്തൊക്കെ ജനപക്ഷം, വികസനം, നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞാലും ഈ ചോദ്യം ചോദിക്കുക ആളുകൾ, നോർത്ത് ഇന്ത്യയിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ഈ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് അവസരം കിട്ടിയിടത്തൊക്കെ കാണിക്കുന്ന എന്താണ്? ഇപ്പൊ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ഇവർ കേരളത്തിൽ ആകെ ഭരിച്ച മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന അഴിമതിയുടെ ആരോപണങ്ങളും അവിടുത്തെ ദുർഗന്ധവുമാണ്.
അതോടൊപ്പം തന്നെ ഒരു വർഗീയത കടന്നു വരുന്നത് ഒരു വലിയ അപകടകരമായ കാഴ്ചയും കൂടല്ലേ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളീയ സമൂഹം മലയാളികൾ എത്ര മണ്ടന്മാരൊന്നും അല്ല. കേരളീയ സമൂഹം ബി ജെ പിയെ ഭയപ്പാടോടെ കാണുന്നത് അവർ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നവരും കൊല്ലിക്കുന്നവരും ആണ് എന്ന ധാരണ കൊണ്ട്. അത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ചിത്രം കൊണ്ടാണ്. സത്യത്തിൽ ഇവർക്ക് കേരളത്തിന്റെ വെർഷൻ, ഒരു കേരള ഭാഷ്യം, ബി ജെ പിയുടെയും ഹിന്ദുത്വത്തിന്റെയും ഒരു കേരള ഭാഷ്യം അവതരിപ്പിക്കാമായിരുന്നു. അതിനുള്ള ശ്രമം പോലും ആശയതലത്തിൽ ഇവർ നടത്തിയിട്ടില്ല. ഇപ്പം മോദിജി നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെ അമിത്ഷാ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലൊരു ഇത് കേരളത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു അടിത്തറയുമില്ല. 2-3 പരാജയങ്ങൾ ഉണ്ടായില്ല. ഒന്ന് ഇപ്പൊ തന്നെ ഈ ഇതിന്റെ നമ്മുടെ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള പണം എടുത്തതും ബന്ധപ്പെട്ട് ഒരുപാട് പേര് ബി ജെ പിയുടെ തന്നെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു. അതെ. അവരുടെ തന്നെ പല സംസ്ഥാന നേതാക്കന്മാരെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സഹകരണ ബാങ്ക് ആരും പുണ്യാളന്മാരൊന്നുമല്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നു, ലൈംഗികമായ ആരോപണങ്ങൾ വന്നു, പോക്സോ കേസ് വന്നു, അധികാരത്തിന് വേണ്ടി സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു. നമുക്ക് അവിടെ തന്നെ ഫോക്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. UDF-നും LDF-നും മധ്യേ ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയാൻ ഒന്നും അവതരിപ്പിക്കാൻ ഇവർക്കും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മൂന്നും തുല്യമായി തീരുമ്പോ പിന്നെ എന്ത്? അപ്പൊ യാന്ത്രികമായി തീരും. കാരണം 2020 വന്നു, 3 പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത് എന്തോ ഭയങ്കര ജനങ്ങൾക്ക് ഒപ്പം വന്ന് നിർത്തിയിട്ട്. പക്ഷെ അഴിമതി കഥകളേക്കാളേറെ എനിക്ക് തോന്നുന്നു 2020 കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുമിച്ചല്ലേ അവരെ അടിച്ചമർത്തിയത്. ഒന്നാലോചിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ കിഴക്കമ്പലത്ത് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ഷന് വൈകുന്നേരം 5 മണിക്കോ ആ സമയത്താണ് ഞാൻ അവിടെ ചെന്നുപെട്ടത്. ആ സമയത്ത് അവിടെ ലേറ്റായി 5 മിനിറ്റോ മറ്റോ വൈകി വോട്ട് ചെയ്യാൻ വന്ന ഒരാളെ 3 പാർട്ടിക്കാർ ചേർന്ന് തല്ലി ഓടിക്കുന്ന ഞാൻ കണ്ടു. UDF, LDF, BJP. ഓർമ്മയുണ്ടോ? സംഭവം ഉണ്ടായി. എന്താ കാരണം അറിയോ? അവിടെ ഒരു അപകടം നടന്ന് ഇവരോട് അടിച്ച ഒരാൾ മരിച്ചതറിയാം. അതുണ്ട്. ഇതല്ല, ഇത് വോട്ട് ചെയ്യാൻ വന്നൊരു ഫാമിലി അടിച്ചു ഓടിച്ചു. കാരണം സമയം കഴിഞ്ഞു എന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു ചെയ്തോട്ടെ, കാരണം സമയമുണ്ടല്ലോ. സമ്മതിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ 3 കൂട്ടർക്കും, ഇവിടെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവൻ ഇവർ ശത്രുവായിരുന്നു. അപ്പൊ അവരെ ഒതുക്കുന്നതിൽ വലിയ താല്പര്യങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. അവരെ വാഴാൻ വിടൂല. പിന്നെ അവരുടെ പേരിൽ എന്താ ആരോപണം? അവർ ഭരിക്കുന്ന ഗവൺമെന്റും പ്രതിപക്ഷത്തിരിക്കുന്ന ശക്തിയും തീരുമാനിച്ചാൽ അവർക്കെതിരെ എന്താ ആരോപണം കൊണ്ടുവന്നുകൂടാത്തത്? പക്ഷെ കിട്ടിയ അവസരത്തിൽ അവർ കാണിച്ച ചില മാതൃകകളുണ്ട്. ചെറുതാണെങ്കിലും അത് മോശമല്ല. CSR ഫണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിന് പകരം ജനങ്ങളത് സ്വന്തമായി വിനിയോഗിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ സാബു ജേക്കബ് ഒരു സൂചനയാണ്. അങ്ങനെയും സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കുറവുകളൊക്കെ പരിഹരിച്ച് നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയിൽ ഒരു 4ാം ശക്തിക്ക് കേരളത്തിൽ സാധ്യത ഉണ്ടായിരുന്നു. ശരിക്കും കേരളത്തിൽ ഒരു പുതിയ സംഘടന ഇനി വരുമോ? അത് വരേണ്ടതുണ്ടോ? എന്താ വരാൻ? കാരണം സോഷ്യൽ മീഡിയ കാലമാണ്, AI വന്നു. ഇപ്പോ മരിച്ചുപോയ ആളെ നമുക്ക് കൂടെ വേണ്ട, ഇല്ലാതെ തന്നെ അയാളെ പുനർസൃഷ്ടിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ കേരളത്തിന്റെ പരിമിതി എന്താണെന്നറിയോ? ഞാൻ ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കേരളത്തിൽ ഒരു മാറ്റം. പക്ഷേ ഇല്ല. കേരളത്തിൽ എനിക്കത് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ആം ആദ്മി പാർട്ടി ആ കാലത്ത് കേരളത്തിൽ വന്നു. കേരളത്തിലെ മഹാബുദ്ധിജീവികൾ അതിന്റെ തലപ്പത്ത് വന്നു. എന്ത് ഗുണമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ മലയാളിയുടെ മനസ്സിനുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ അവര് വൈകാരികമായ രാഷ്ട്രീയത്തിൽ വേരൂന്നിയവരാണ്. അവർക്ക് വികാരമാണ് രാഷ്ട്രീയം, ഒരു മതമാണ് രാഷ്ട്രീയം, വിശ്വാസമാണ് രാഷ്ട്രീയം. അതുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചിട്ട് ആൻഡേഴ്സൺ വന്ന് എന്നോട് വോട്ട് ചോദിക്കുമ്പോൾ ഏതാ പാർട്ടി, സാറിന്റെ പാർട്ടി എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വസ്തുതാപരമായി പരിശോധിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത്. പാരമ്പര്യമായി എന്റെ ബ്ലഡിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും. ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, തറവാടിത്തം പാരമ്പര്യ കോൺഗ്രസ്സുകാരാണല്ലോ. ഇവരുടെ പെരുമാറ്റത്തിലും ഇതൊരു മതമാണല്ലോ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്റെ മതത്തിനെതിരായി ഞാൻ മലപ്പുറത്തിരുന്ന് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവൻ മതവിരോധിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്നവരെ പോലെ തന്നെയല്ലേ ഒരു പാർട്ടി വിട്ടുപോയ ഒരാള് മറ്റൊരു പാർട്ടി ചേരുമ്പോ അവനെ കൊല്ലാൻ ചെല്ലുന്നത്? മതവും രാഷ്ട്രീയവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ വഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, മനുഷ്യൻ ഒരു പരിഗണന കൊടുക്കും. അവന് പരിചയമുള്ളത് ആരാണ്? അവൻ വല്ലതൊക്കെ മോട്ടിച്ചോട്ടെ, ഇത്തിരി നാല് കാശൊക്കെ ഈ പഞ്ചായത്ത് വാർഡുകളിൽ നിന്നൊക്കെ എന്ത് മോട്ടിക്കാനാണ്? അല്ല, ഞാൻ പറയുന്നത് പഞ്ചായത്തില് അഴിമതി ജനകീയമാക്കിയ കാലമാണ്. പഞ്ചായത്തിൽ ചെന്നാൽ കിട്ടാനുണ്ടോന്നോ? അങ്ങനെ. കാരണം എന്റെ അറിവില്ലായ്മയായിരിക്കാം, ഒരു വാർഡില് എത്ര വലിയൊരു വികസനം എന്നൊക്കെ പറഞ്ഞാൽ ചുരുക്കം ഫണ്ടുകളേ ഉള്ളൂ. ചുരുക്കമൊന്നുമല്ല, പലതരത്തിൽ ഫണ്ടുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഒന്നും വേണ്ട, 10 ലക്ഷം രൂപയിൽ കുറഞ്ഞ ഒരു റോഡ് പോലും ഇല്ലല്ലോ. അതിന്റെ 10% കുറച്ച് കമ്മീഷൻ വാങ്ങുന്ന ഒരു പഞ്ചായത്ത് മെമ്പറും ഇല്ല. ശരിക്കും കമ്മീഷൻ ഉണ്ടോ? ഉണ്ടെന്നേ, ഒന്ന് അന്വേഷിച്ച് നോക്കൂ.
നമ്മളതിലെ വിശദാംശങ്ങളിലേക്ക് പോകണ്ടാകും, അത് മാത്രം ചർച്ച ചെയ്യുക ഒരിക്കൽ. ഇപ്പൊ ജനകീയ ആസൂത്രണം വന്നതുകൊണ്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അഴിമതി ജനകീയമായി എന്നുള്ളതാണ്. ഒന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൊല്ലത്തായാലും ഇപ്പോൾ എറണാകുളത്തായാലും ഏത് പഞ്ചായത്ത് മെമ്പർ, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ തന്റെ വാർഡിലേക്ക് കിട്ടുന്ന വികസന പ്രവർത്തനങ്ങളുടെ 10% കമ്മീഷൻ പറ്റാത്ത, ഒരു കോൺട്രാക്ടറുടെയും നയാ പൈസ ആനുകൂല്യം പറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരനുണ്ടോ? അത് പഞ്ചായത്തിലുണ്ടോ എന്ന് പോലും. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആവണം ഈ 7,000 രൂപ ശമ്പളത്തിന് വേണ്ടി എന്തും വില കൊടുത്തു. എന്തിനാണ് ഇവര് ലക്ഷക്കണക്കിന്, എത്ര ലക്ഷം ചെലവാക്കിയിട്ട്, കോടികൾ ചെലവാക്കിയിട്ട് അവർ പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്നത്? പലപ്പോഴും ഒന്നും കിട്ടാതെ ആണോ? പലപ്പോഴും അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം 7,000 രൂപ 8,000 രൂപയിൽ കൂടുതലൊന്നും ശമ്പളം ഇല്ല. ഇതിനു വേണ്ടിയിട്ട് അത് വലിയ ആനുകൂല്യമുണ്ട്. ഇടയ്ക്ക് ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 1-2 പേരുടെ ഒരു പ്രകടന പത്രിക പ്രാദേശികമായിട്ടാണ്, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും വേണ്ട, ആ 7,000 രൂപ ജനങ്ങളുടെ വികസനത്തിന് ഉപയോഗിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതുപോലും ഇല്ലാതെ വണ്ടിക്കൂലി ഇല്ലാതെ വണ്ടി ഓടണ്ടേ? നഷ്ടക്കച്ചവടമല്ലേ ഇത്? നഷ്ടമല്ല, ഇതൊന്നുമല്ല. ജനസേവനം എന്നൊക്കെ പറയുന്നത് അപൂർവം പേര് കാണുമായിരിക്കും കേട്ടോ. നമ്മൾ കാടടച്ച് പറയുന്നില്ല. അപൂർവം പേര് സ്വന്തം തറവാട്ടിലെ വരുമാനമൊക്കെ എടുത്ത് നാടിന് വേണ്ടി ചെലവഴിച്ച് പാപ്പരായി പോകുന്നവരും പോയവരുണ്ട്. ഉണ്ട്, അപൂർവം പേര് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ടാവും. അത് ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം അത് നമ്മള് മനുഷ്യനെ സമ്പൂർണ്ണമായി ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. മനുഷ്യനുള്ളവനും മനുഷ്യപ്പറ്റുള്ളവൻ, സത്യം എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവനൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ അത് വളരെ വളരെ നിസ്സാരമായ ഒരു പെർസെൻറ്റേജ് ആണ്. ബാക്കിയുള്ളതൊക്കെ കഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ വെച്ചാൽ യാന്ത്രികമായി അവൻ 4 കാശ് വാങ്ങിച്ചാലും അവനെ നമ്മളെ പയ്യനല്ലയോ, എപ്പോഴും വിളിച്ചാൽ കിട്ടുമല്ലോ, ദ്രോഹം ഇല്ലാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് വോട്ട് ചെയ്യും. ഒന്നുകില് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, മറ്റേ രാഷ്ട്രീയമൊക്കെ വിട്ടേക്കാം. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിടാം, നമുക്ക് ശബരിമലയിലെ കൊള്ള വിട്ടേക്കാം. നമ്മൾ എന്താ നോക്കുകയെന്നറിയോ? നമുക്ക് ഈ മാസം പെൻഷൻ 4 ഇത്രയും കാലം വൈകിപ്പിച്ചിട്ടാണേ, എങ്കിലും പെൻഷൻ കൊണ്ടു തന്നത് നമ്മുടെ ബാബു അല്ലയോ, അപ്പൊ അവന് വോട്ട് ചെയ്തേക്കാം. അങ്ങനെയുള്ള വിചാരമുണ്ട്. ഒന്നുകിൽ അവനവന്റെ കൊച്ചു താല്പര്യങ്ങളിലേക്ക് ഒതുങ്ങും, അല്ലെങ്കിൽ യാന്ത്രികമായി ആർക്കെങ്കിലും ഒരു ജനാധിപത്യത്തിലെ കടമ നിർവഹിച്ചു പോകും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായത് നോട്ടയാണ്, അതൊട്ട് ഇല്ലതാണ്. അതാണ് ഇപ്പോഴത്തെ ഗതികേട്. അതുകൊണ്ട് കേരളത്തിന്റെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടം മലയാളികളോട് പങ്കിട്ട് നമുക്ക് തൽക്കാലം, ഇനി ബാക്കി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയണം, ഈ പഞ്ചായത്ത് മെമ്പറാകാൻ കാത്തിരിക്കുന്നവർ, ഇപ്പൊ വനിതകളാണ് കൂടുതലും മത്സരിക്കുന്നത്. ഒരു നാട്ടിൻപുറത്തെ കഥയാണ്, ഒരു കഥയായിട്ട് മാത്രം കണ്ടാൽ മതി. മത്സരിച്ചപ്പോൾ വനിതാ മെമ്പറാകാൻ മത്സരിച്ചപ്പോൾ വനിത പറഞ്ഞു, ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഇലക്ഷനിൽ വിജയിച്ചു വന്ന ഈ വനിതാ മെമ്പറെ ദിവസങ്ങളോളം രാത്രിയിൽ ഒരു യുവാവ് നിരന്തരമായി വിളിച്ചു. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വിളിച്ചു. അപ്പോൾ അവരുടെ ഭർത്താവ് ഫോൺ എടുത്തിട്ട് തിരിച്ചു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ ഏതാവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. ഈ തമാശക്കഥ തീർച്ചയായിട്ടും തമാശയായിട്ട് തന്നെ പറഞ്ഞാൽ, ലൈറ്റായിട്ട് ഒരു വലിയ ഗൗരവമുള്ള വിഷയം പറഞ്ഞു വന്നപ്പോൾ ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടി പറഞ്ഞൊരു തമാശയാണ്. പക്ഷേ ഈ കാര്യം ശരിയാണ്. വോട്ട് വാങ്ങിപ്പോയാൽ പിന്നെ പാതിരാക്കെന്നല്ല, പട്ടാപ്പകൽ വിളിച്ചാൽ ഇവരൊന്നും കാണാൻ കിട്ടാത്ത എത്രയോ ജനപ്രതിനിധികളുണ്ട്. അടുത്ത ഇലക്ഷൻ കാലത്ത് അവർ ഇത്തവണ ഒന്ന് വോട്ട് ചോദിക്കുന്നുണ്ടാവും. അവരോട് എങ്ങനെ പെരുമാറണമെന്ന് വോട്ടർമാർ തീരുമാനിക്കട്ടെ. വോട്ടർമാർ തന്നെ തീരുമാനമെടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.